കാര്യദർശികള് അള്ളാഹു നമ്മുടെ ഈ സംഗമം അവൻ കൊടുക്കപ്പെടുന്ന ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വൈദ്യ വേളയിൽ മാനവ സൗഹാർദ്ദ സംഗമ ഭൂമികയിൽ സൗഹൃദത്തിന്റെ ഇശലുകൾ പാടാൻ ആ ഇശലുകൾ കൊത്തുകൊണ്ട് സമരസപ്പെട്ട് കൃത്യമായി ഈ ജീവിത വിശുദ്ധിയുടെ ആദർശധാരയെ സമൂഹത്തിന്റെ മുമ്പിൽ മാന്യമായി സമർപ്പിക്കാൻ ലോകത്തിലേക്ക് കടന്നു വന്ന പ്രവാചക പ്രഭു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500-ാം ജന്മദിനത്തിന്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന പ്രിയങ്കരായ അതിഥികളെ എല്ലാവിധ സർവ്വവിധ സന്തോഷങ്ങളോടുകൂടി ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. ഈ സൗഹൃദം നശിക്കാൻ പാടില്ല. ഈ സൗഹൃദത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നത് ആര് തന്നെയാണെങ്കിലും ശരി, ജീവിത വിശുദ്ധി കൊണ്ടും മാനവിക ബോധം കൊണ്ടും ഈ സമൂഹത്തിന് വേണ്ടി സർവ്വതും സമർപ്പിച്ച പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്തമായ ജീവിതത്തെ കടക്കിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. തമ്മിലടിച്ചും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും കുളച്ചാത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുകൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക, ആ പ്രവാചകനെ കുറിച്ച് പാടിപ്പറഞ്ഞ് പുകഴ്ത്താത്ത ഒരു കവിയുമില്ല. എല്ലാ വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്റെ ആഗമനത്തെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, യാ ബനീ ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖുൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത് വമുബശ്ശിറൻ ബിറസൂലില്ലാഹ് യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. അഹ്മദ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് കടന്നു വരും. ഈ സന്തോഷ വാർത്ത മറിയം ബീവിയുടെ പൊന്നോമന പുത്രൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തിന് മുമ്പിൽ പറഞ്ഞത് ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന പകരംകാലിൽ സഹോദരങ്ങളോട് പറയുക, ഒരിക്കലും നമ്മൾ മതഭക്തന്മാരായാണ് മാറേണ്ടത്, മതഭ്രാന്തന്മാരായല്ല മാറേണ്ടത്. നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ്. ഒരു മതമില്ലാത്ത അവസ്ഥയല്ല ഉണ്ടാവേണ്ടത്. The state has no official religion. ഒരു പ്രത്യേകമായ ഒരു റിലീജിയൻ ഈ രാജ്യത്തിലില്ല. എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ഇന്ത്യ മറ്റൊരു റിലീജിയൻ കൺട്രിയാണ്, സ്റ്റേറ്റ് ആണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. കേവലം 23 വർഷം കൊണ്ട് തന്റെ ജീവിതത്തിലേക്ക്, ഈ ലോകത്തിലേക്ക്, ഈ സമൂഹത്തിലേക്ക്